ഇടയനോടൊപ്പം ദൈവജനം മുഴുവനും ക്രൂശിതൻ്റെ കരം പിടിച്ച് ക്രിസ്തു ശിഷ്യനായ മാർ തോമാസ് ലീഹായുടെ മാധ്യസ്ഥം തേടി തലശ്ശേരി അതിരൂപതയുടെ 4ാമത്തെ സാന്തോം തീർത്ഥാടനം ഇവിടെ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട തലശ്ശേരി അതിരൂപതയുടെ വലിയ ഇടയൻ നമ്മോടൊപ്പമുണ്ട്. പിതാവേ, ഈ ഒരു തീർത്ഥാടനം എങ്ങനെയായിരിക്കും വിശ്വാസികൾക്ക് ഒരു അനുഭവവേദ്യമാകും? മാർ തോമാസ് ലീഹായുടെ മക്കളാണ് സുറിയാനി കത്തോലിക്കര് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തോമാസ് ലീഹായിലുള്ള വിശ്വാസം ഏറ്റുപറയുകയും തോമാസ് ലീഹ ഈശോയിൽ ഏറ്റുപറഞ്ഞ വിശ്വാസത്തെ പിന്തുടരുകയും ചെയ്യുക എന്നുള്ളത് മക്കളായ നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. പൊതുഞായറാഴ്ച തോമാസ് ലീഹായുടെ ഈ വിശ്വാസ പ്രഖ്യാപനത്തെ ധ്യാനിക്കുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. ആ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പല സ്ഥലങ്ങളിലും ഈ തീർത്ഥാടനം സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ മലബാറിൽ അപ്രകാരം ഒരു തീർത്ഥാടനത്തിൻ്റെ വഴിയാണ് കൊളക്കാട് തീർത്ഥാടനം. മലബാറിൻ്റെ മലയാറ്റൂർ എന്നാണ് അത് അറിയപ്പെടുന്നത്. തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള ഈ വിശുദ്ധ ആലയത്തിലേക്കുള്ള തീർത്ഥാടനം നമുക്ക് വിശ്വാസത്തിൻ്റെ പുതിയ വെളിച്ചം പകരാൻ പര്യാപ്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസികൾക്ക് തന്നെ വലിയ പ്രചോദനമായി തലശ്ശേരി അതിരൂപതയുടെ 4ാമത്തെ തീർത്ഥാടനം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അച്ഛാ, എങ്ങനെയായിരിക്കും ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്? മലബാറിന്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന കൊളക്കാട് തോമാസ് ലീഹായുടെ തീർത്ഥാടന ദേവാലയത്തോട് ചേർന്നുള്ള കുരിശുമലയിലേക്കാണ് പൊതുഞായറാഴ്ചയുടെ ഒരുക്കമായിട്ടുള്ള ഈ തീർത്ഥാടനം നടക്കുന്നത്. ജൂബിലി വർഷത്തിൽ തലശ്ശേരി രൂപതയിൽ എല്ലാ രൂപതയുടെ എല്ലാ ഭാഗങ്ങളും തീർത്ഥാടനം സംഘടിപ്പിച്ചു. ഈ തീർത്ഥാടനം പേരാവൂർ ഫൊറോനയിലെ പള്ളികളുടെ ആഭിമുഖ്യത്തിലാണ്. പേരാവൂർ ഫൊറോന ദേവാലയത്തിൽ നിന്നും നൈറ്റ് വിജിലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പോൾ അഭിവന്ദ്യ പിതാവിന്റെ നേതൃത്വത്തിൽ 1000-ലേറെ തീർത്ഥാടകരെ ഈ സമയം യാത്ര ചെയ്യുകയാണ്. ഒപ്പം തന്നെ നെടുമ്പുറം ചാലിൽ നിന്നും കണിച്ചാറ് പള്ളിയിൽ നിന്നും ചെങ്ങോത്ത് നിന്നും ആളുകൾ അതേ സമയത്ത് വരികയാണ്. ഒരു 3 മണിയോട് കൂടി നമ്മൾ കൊളക്കാടെത്തും. അതിനുശേഷം ഒന്ന് വിശ്രമിച്ചിട്ട് വീണ്ടും മലയിലേക്ക് തീർത്ഥാടനമായി 5 മണിക്ക് അവിടെ എത്തി വിശുദ്ധ കുർബാന. അതിനുശേഷമായിരിക്കും പിരിയുന്നത്. തോമാസ് ലീഹായുള്ള പ്രത്യേക ഭക്തിയും പ്രത്യേകിച്ച് പൊതുഞായറാഴ്ചയാണല്ലോ, അതിൻ്റെ ഒരു സന്തോഷമാണ് എല്ലാവർക്കും ഉള്ളത്. തോമാസ് ലീഹയുടെ മക്കൾ തോമാസ് ലീഹയുടെ സന്നിധിയിലേക്ക് വിശ്വാസത്തോടെ നടത്തുന്ന തീർത്ഥാടനമാണ്. ആശ്രയമരുളി ഞങ്ങൾക്കായി നീ താരാ, യേശുവിൻ സ്നേഹം മാനവരിൽ നീ തൂകി, ചൊരിയില്ലേ ആശ്വാസം ഞങ്ങൾക്കായി. മലബാറിന്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന കൊളക്കാട് സെന്റ് തോമസ് തീർത്ഥാടന ദേവാലയത്തിലേക്കാണ് ഈ മഹാതീർത്ഥാടനം നടത്തപ്പെടുന്നത്. വിശ്വാസത്തിന്റെ നേർചിത്രം തന്നെയാണ് ഈ ഒരു തീർത്ഥാടനം. ഒരേ മനസ്സോടെ തലശ്ശേരി അതിരൂപതയിലെ ജനങ്ങൾ എല്ലാവരും ഒത്തുചേരുന്നു. വിശുദ്ധ തോമാസ് ലീഹായുടെ മാധ്യസ്ഥം വഴി നാളിതുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും തിരുക്കർമ്മങ്ങളിലും തീർത്ഥാടനത്തിലും പങ്കെടുത്ത് വിശുദ്ധന്റെ അനുഗ്രഹം പ്രാപിക്കാനും ആയിരക്കണക്കിന് ആളുകളാണ് ഈ തീർത്ഥാടനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇടയനോടൊപ്പം അജഗണം ഒരുമിച്ച് ക്രൂശിതന്റെ പിന്നാലെ വിശ്വാസത്തിന്റെ ധീരയോദ്ധാവായ ക്രിസ്തു ശിഷ്യൻ മാർ തോമായുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് തലശ്ശേരി അതിരൂപതയിലെ ജനങ്ങൾ ഒരുമിച്ചുകൊണ്ട് നടത്തുന്ന ശാന്തം കുരിശുമല തീർത്ഥാടനത്തിന്റെ മുൻപിലാണ് ഞാൻ ഇന്നു നിൽക്കുന്നത്. വിശ്വാസത്തിന്റെ നേർചിത്രം തന്നെയാണ് ഈ ഒരു തീർത്ഥാടനം. നമ്മോടൊപ്പം ആയിരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട കവീലച്ചനാണ്. അച്ഛാ, 4ാമത്തെ ഒരു തീർത്ഥാടനമാണ് തലശ്ശേരി അതിരൂപതയിൽ 2025 തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു തീർത്ഥാടനം വിശ്വാസികൾക്ക് എങ്ങനെയായിരിക്കും അനുഭവവേദ്യമാകുന്നത്? തലശ്ശേരി അതിരൂപതയിലെ ആധ്യാത്മിക രംഗത്ത് വലിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിലേക്കുള്ള തീർത്ഥാടനങ്ങൾ നമ്മൾ ഈ
വർഷം നടത്തി. അഭിനന്ദമാർ ജോസഫ് പാമ്പ്ളാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ അതിരൂപത കേന്ദ്രത്തിലുള്ള എല്ലാ വൈദികരുടെയും നേതൃത്വത്തിൽ രൂപത ഒന്നാകെ വിശ്വാസത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഈ തീർത്ഥാടനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. മനുഷ്യ ജീവിതം ഈ ഭൂമിയിൽ ഒരു തീർത്ഥാടനത്തിലാണ്. അത് നിത്യതയുടെ തീരങ്ങളിൽ എത്തിച്ചേരേണ്ടതാണ്. അവിടെ നമ്മുടെ വിശ്വാസമാണ് നമുക്ക് കൂട്ടായിട്ടുള്ളത്. നമ്മുടെ എല്ലാം വിശ്വാസികളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ചൈതന്യം പേറിയാണ് ഇന്ന് ഈ കൊളക്കാടേക്കുള്ള തീർത്ഥാടനം നമ്മൾ നടത്തുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ ധീരമായ പ്രഖ്യാപനം നടത്തിയ തോമാസ് ശ്ലീഹായുടെ മക്കളാണ് നമ്മളെന്നുള്ള ഓർമ്മ ഈ മലബാറിൻ്റെ മലമടക്കുകളിലേക്ക് ഈ വിശ്വാസത്തിൽ അടിയുറച്ച ബോധ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. കാട്ടാനകളെയും കാട്ടുമൃഗങ്ങളെയും മലമ്പരിയൊക്കെ തോൽപ്പിച്ച വിശ്വാസത്തിൻ്റെ ധൈര്യം ഇന്നും ഈ മലയോര മക്കൾക്ക് സ്വന്തമായിട്ടുണ്ട്. അഭിനന്യ വള്ളോപ്പള്ളി പിതാവ് കാണിച്ചു തന്ന വഴികളിലൂടെ അഭിനന്യമാർ ജോർജ് വലിമറ്റ പിതാവിൻ്റെ നേതൃത്വത്തിൽ അഭിനന്യമാർ ജോർജ് ഞള്ളക്കാട്ട് പിതാവിൻ്റെ നേതൃത്വത്തിൽ തുടർന്ന് ഇപ്പോൾ അഭിനന്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ അതിരൂപത വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ സധൈര്യം നേടുന്ന വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ്. ഈ വിശ്വാസമാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ഈ വിശ്വാസമാണ് നമ്മളെ നിത്യതയുടെ തീരങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ് ഈ തീർത്ഥാടനം. ഈ രാത്രിയിൽ മറ്റ് ലോകമുറങ്ങുന്ന ഈ സമയത്ത് തലശ്ശേരി അതിരൂപതയിലെ വിശ്വാസികൾ നടത്തുന്ന ഈ തീർത്ഥയാത്ര ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളെ തുറന്നു കാണിക്കുന്നതാണ്. മൈലാപ്പൂരിൽ മലമുകളിൽ നാഥനു വേണ്ടി ബലിയായി 1000 ആകുല മാനസരിൽ നിറദീപമായി സുവിശേഷമതായി. വിശുദ്ധ തോമസ് ശ്ലീഹായുടെ തിരുശേഷിപ്പ് സാന്നിധ്യത്താൽ കഴിഞ്ഞ 60 വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുവാനും കൂടുതൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും നാനാജാതി മതസ്ഥരായിട്ട് ഉള്ള മനുഷ്യർ ഇവിടെ ഒത്തുകൂടുന്ന ഈ നല്ല അവസരത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹവും എല്ലാവർക്കും നേരുകയാണ്. പ്രതികൂല സാഹചര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ജനത്തിൻ്റെ വിശ്വാസം എത്രമാത്രം ശക്തവും ആഴവുമാണെന്നും തോമാസ് ശ്ലീഹ പകർന്നു തന്ന ആ ഒരു വിശ്വാസം തലമുറകളിലേക്ക് കൈമാറി ഇന്നും ഏറ്റവും ജീവസുറ്റതാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രമാത്രം പ്രതിബദ്ധരാണെന്ന് തെളിയിക്കുന്ന ഒരു പുണ്യ ദിനം കൂടിയാണ് ഈ തീർത്ഥാടനത്തിൻ്റെ ദിനങ്ങൾ. തീർച്ചയായിട്ടും ഇതിൽ വന്നിരിക്കുന്ന ഈ ജനസമൂഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷവും വലിയ ഉണർവുമാണ് ഇത് നൽകുന്നത്. യേശുവിൻ സ്നേഹം മാനവരിൽ നീ തൂകി ചൊരിയില്ലേ ആശ്വാസം ഞങ്ങൾക്കായി. ഈ ഒരു തീർത്ഥാടനം തലശ്ശേരി അതിരൂപതയ്ക്ക് തന്നെ ഉണർവ് പകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപതയുടെ ഇടയൻ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് ഈ ഒരു തീർത്ഥാടനം നമ്മുടെ പുറകെ വരുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ച് ഏറ്റവും മുന്നിൽ തന്നെ ഒരു മടുപ്പും കൂടാതെ മുന്നോട്ട് നടന്നു നീങ്ങുകയാണ്. ഷിഗന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ജോയലിനൊപ്പം